നമസ്കാരം. എൻ്റെ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതിരാത്ര ഭൂമിയിൽ തന്നെ 7 ഊരായ്മ ക്ഷേത്രങ്ങളിലെ 3ാമത്തെ ക്ഷേത്രമാണ് പാഞ്ഞാൾ ദേവസ്വത്തിൻ്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാട്ടിൽക്കാവ് ശിവക്ഷേത്രം. കാവിലക്കാടെന്നും കാട്ടിലക്കാവെന്നും ഈ അമ്പലത്തിനെ അറിയപ്പെടാറുണ്ട്. 18 ഈശ്വരന്മാരാണ് ഇവിടെ എന്നാണ് മുന്നേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അമ്പലം വലുതാക്കുമ്പോൾ ശരിക്കും വടക്കുന്നാഥന്റെ ചുറ്റോട് കൂടിയിട്ടുള്ള അത്രയും പ്രത്യേകതകൾ വേണമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിപ്പോ ചെറിയ അമ്പലമാകുമ്പോൾ എല്ലാവർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. പക്ഷെ അങ്ങനെയാണത്രേ അതിന്റെ കണക്ക്. ഭൂതഗണങ്ങളോടും മകനോടും എല്ലാം കൂടിയിട്ട് ശ്രീപാർവതി സങ്കല്പം. ഇവിടെ ഗണപതി, സരസ്വതി, അയ്യപ്പൻ, മുരുകൻ, ശിവൻ, പാർവതിയോട് കൂടിയുള്ള സങ്കല്പമാണ് ഉള്ളത്. പിന്നെ മൂക്കോല ഭഗവതി, സ്വാമിയാർ എന്നിവരൊക്കെ കൂടെയാണ് ഇവിടെ വസിക്കുന്നത്. മുൻപൊക്കെ ഈ കാട്ടിൽക്കാവില് വിളക്ക് വെച്ചാൽ മാത്രമാണ് ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നത്രേ. മുൻപൊക്കെ കൈക്കൊള്ളി എന്ന് പറഞ്ഞത് മനകളിൽ നിന്നും വാങ്ങി വരും. അതായത് അന്ന് തീപ്പട്ടിയും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയാണ് പഴയ തലമുറ പറയുന്നത് കേട്ടിരിക്കുന്നത്. നമ്മൾ എന്ത് വിചാരിച്ചാലും ശിവൻ നടത്തിത്തരും എന്നാണ് ഐതിഹ്യം. കാരണം ക്ഷിപ്രപ്രസാദിയാണ്, അതേപോലെ തന്നെ ക്ഷിപ്രകോപിയാണ്. പിന്നെ ഇവിടെ നിന്നാണ് മകരമാസം 1-ാം തീയതി കൊടുങ്ങല്ലൂർ അമ്മയുടെ അവിടേക്കുള്ള താലപ്പൊലിക്ക് അച്ഛൻ മകളെ കാണാൻ വരുന്നു എന്നുള്ള സങ്കല്പത്തിൽ താലപ്പൊലി എഴുന്നള്ളിപ്പ്. ഭഗവതി മകളാണെന്നൊക്കെ പറയുമല്ലോ. ഈ കാണുന്ന മനോഹരമായ ചുമർ ചിത്രങ്ങളൊക്കെ ഈ അടുത്തു വരച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ അടുത്ത് കെട്ടിയതാണ് ഈ സരസ്വതി മണ്ഡപം. അതും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും വിശേഷങ്ങൾക്ക് കുട്ടികളുടെ പരിപാടിയായിട്ടും മറ്റും ഇവിടെ നടത്തി വരാറുണ്ട്. പിന്നെ സാധാരണ അമ്പലങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേകത കാട്ടിൽക്കാവിലുണ്ട്. സാധാരണ അമ്പലത്തിൽ ഓവ് മുറിച്ച് കിടക്കില്ല ശിവന്റെ. പക്ഷെ കാട്ടിൽക്കാവിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഭഗവാന്റെ പ്രതിഷ്ഠയുടെ ഇടതുഭാഗത്ത് മകനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, മുരുകനെ. അപ്പോൾ അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര, പിൻവിളക്ക്, സ്വാമിയാർക്ക് പാൽപായസം ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഉമാമഹേശ്വര പൂജ ചെയ്യാറുണ്ട് ഇവിടെ. അത് കല്യാണം കഴിയാത്തവർക്കും കല്യാണം കഴിഞ്ഞവർ ദീർഘമംഗല്യത്തിന് വേണ്ടിയുമൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തൈപ്പൂയ ദിവസം ഇവിടെ കുട്ടികൾക്ക് കാവടിയെടുക്കലും പാനകപൂജയും മുരുകന് പ്രധാനമാണ്. അതുപോലെ തന്നെ പാഞ്ഞാളിന്റെ സ്പന്ദനമായ ഉത്രം വേലയുടെ കാട്ടിൽക്കാവ് വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവിടെ സ്വാമിയാർ എന്നൊരു പ്രതിഷ്ഠയുണ്ട്. അതിന്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ മനക്കിലെ ഒരു സ്വാമിയാരുടെ സമാധിയാണത്രേ. സ്വാമിയാർ ഇവിടെ ഇരുന്ന ശിവനെ ഭജിച്ച് ഭഗവാനിൽ ലയിച്ചു എന്നാണ് സങ്കല്പം. അതായത് ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിയില്ലല്ലോ. അതുകൊണ്ട് സ്വാമിയാരുടെ അവിടെ ചെന്ന് കൈകൊട്ടി തൊഴണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ ഇവിടെ നാഗങ്ങളെ കൂടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യം അകത്തായിരുന്നു പ്രതിഷ്ഠ, പിന്നീട് പുറത്തേക്ക് മാറ്റി. നാഗങ്ങൾക്ക് കഞ്ഞിയിലെ ആയില്യത്തിന് വെള്ളരിയും 100 പാലുമാണ് പ്രധാനം. പിന്നെ വഴിപാടുകാരുടെ ആവശ്യാനുസരണം എല്ലാ മാസത്തിലും ആയില്യത്തിന് ഈ വഴിപാടുകളൊക്കെ നടത്തി കൊടുക്കാറുണ്ട്. എല്ലാ ക്ഷേത്രത്തിലേതുപോലെ ഇവിടെയും നല്ലൊരു ആലുണ്ട്. ആൽപ്രദക്ഷിണം ഏത് അമ്പലത്തിലാണെങ്കിലും ഉത്തമമാണെന്ന് കേട്ടിട്ടുണ്ട്. ആൽപ്രദക്ഷിണം നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടും എന്നും പറയും. പക്ഷെ വൈകുന്നേരങ്ങളിൽ ഈ ആൽപ്രദക്ഷിണം പതിവില്ല എന്നാണ് കേട്ടറിവ്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് MTയുടെ കുട്ടിയേടത്തി ഉൾപ്പെടെയുള്ള പല സിനിമകളിലും ഈ കാട്ടിൽക്കാവിന്റെ ദൃശ്യഭംഗി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ഈ അമ്പലത്തിനെ പറ്റി അറിയാനുണ്ട്. ഞാൻ പറഞ്ഞു കേട്ട കുറച്ച് വിവരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ പാഞ്ഞാൾ ഗ്രാമത്തിലുള്ള ഈ കാട്ടിൽക്കാവ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.